ബാഹുബലി 2 കണ്ടോ എന്ന ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതും കേൾക്കുന്നതും. ബാഹുബലി 2 കണ്ട ആളാണെങ്കിൽ അതിൽ ഈ സ്ഥലം, എൻ്റെ പിറകിലുള്ള ചുറ്റിലുള്ള ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ദേവസേന അനുഷ്കയുടെ ഇൻട്രൊഡക്ഷൻ സീൻ മുഴുവൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണവം കാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ കണ്ണവം കാട്ടിൽ ബാഹുബലിയും കട്ടപ്പയും ദേവസേനയ്ക്ക് നിന്ന് തകർത്തഭിനയിച്ച അതേ സ്ഥലത്തിനാണ് ഞാൻ പ്രതീക്ഷയുള്ളത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോഷിൽ സാറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കാടിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റിയ ആളാണ്. സാർ നമസ്കാരം. നമസ്കാരം. ബാഹുബലിയുടെ ലൊക്കേഷനുകളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇവിടെ ഷൂട്ടിന് വേണ്ടി പെർമിഷൻ കൊടുത്തതും ഷൂട്ട് ആരംഭിച്ചതും. എനിക്ക് തോന്നുന്നു മൊത്തം ഒരു 24 ദിവസത്തെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 10-12 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ ഈ പോലീസിൻ്റെ ജംഗിൾ ക്യാമ്പ് പോലുള്ള പരിപാടികൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു ട്രെയിനിങ് ലൊക്കേഷനാണിത്. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലൊരു 2-3 തവണയെങ്കിലും ഇവിടെ പോലീസിൻ്റെ ക്യാമ്പ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ചില പെയിൻറ്റിങ്ങുകളോ അതേപോലത്തെ ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത്, ഇവിടേക്കുള്ള കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ചില ആൾക്കാർ ന്യൂസിലൊക്കെ കുറച്ച് വിവാദങ്ങൾ വരുന്നുണ്ട്. കാരണം കാടിന്റെ പ്രകൃതി കാര്യങ്ങളൊക്കെ മാറിപ്പോയി, അടിക്കാടുകൾ കാണാനില്ല, അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ. അതുപോലെ ചില മൃഗങ്ങളൊക്കെ ഇനി ഈ ഭാഗത്തേക്ക് വരാൻ 70-80 വർഷം എടുക്കുന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. വാസ്തവമാണ് അതൊക്കെ? ആക്ച്വലി ഇത്തരം കാര്യങ്ങളോട് ഗൗരവമായിട്ട് പ്രതികരിക്കണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന പലപ്പോഴും കുറ്റം സമ്മതിച്ചു എന്നുള്ള രീതിയിൽ സമൂഹം ട്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നത്. ഈ സ്ഥലം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതേപോലെ ജംഗിൾ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഓരോ തവണ ട്രെയിനിങ്ങിന് വരുന്ന ട്രെയിനീസും അവരുടെ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഈ സ്ഥലം ഉപയോഗിക്കുകയും ക്ലീൻ ചെയ്യുകയും അവരുടെ ടെൻറ്റും മറ്റും കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കാട്ടിൽ ഇങ്ങനെ പല സ്ഥലങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഡിപ്പോകൾ, അതേപോലെ ഇതേപോലത്തെ പല ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങളിലും അടിക്കാടുകളൊന്നും അധികം സ്ഥിരമായിട്ട് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അടിക്കാടുകൾ ഉണ്ടാകും. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കൽ മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നടത്തുന്ന ഒരു ലൊക്കേഷൻ എന്നുള്ള നിലയിൽ നമ്മളിവിടെ വേറെ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ അങ്ങനത്തെ എഫേർട്ടൊന്നും എടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്ഥലം ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ ഇവിടെ കാടായി മാറും. പക്ഷേ ട്രെയിനിങ് നടത്താൻ, പ്രത്യേകിച്ച് ജംഗിൾ ട്രെയിനിങ് നടത്താൻ, നാളെ ഇപ്പോൾ കാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഒരു ആക്ടിവിറ്റിക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കാടുമായിട്ട് പരിചയം വേണം. അപ്പോൾ അത്തരം ട്രെയിനിങ് നടത്താൻ വേണ്ടി സ്ഥലം വേണമല്ലോ. അപ്പോൾ അതും ഒരു രാജ്യത്തിൻ്റെ ആവശ്യം തന്നെയാണ്, സമൂഹത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചുറ്റും കാണാം മരങ്ങളുടെ മുകളിലൊക്കെ ഈ ചെറിയ ചുണ്ണാമ്പും മറ്റും കൊണ്ടിട്ട് ചെറിയ മാർക്കിങ്ങുകൾ നടത്തിയിട്ട്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളതാണ് ഈ ചില പ്ലാറ്റ്ഫോമുകൾ കെട്ടിയിരിക്കുന്നത്. അവരുടെ ട്രെയിനിങ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന ചില ട്രെഞ്ചസ് ഒക്കെയാണ് ഈ കാണുന്നത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തിട്ടുള്ളത്, അവർ ജനുവരി ഫസ്റ്റ് വീക്കിൽ ഇവിടെ പെർമിഷനൊക്കെ ആയിട്ട് വന്നിട്ട് പുറമേ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ ചില കൽമണ്ഡപങ്ങൾ പോലുള്ള ചില സാധനങ്ങൾ, ഇതിൻ്റെ ചിത്രങ്ങളൊന്നും നമ്മുടെ താരത്തും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും തന്നെ ആ സമയത്ത് അത് ഫോട്ടോഗ്രാഫി ചെയ്യാനോ അങ്ങനത്തെ ഒന്നും മെനക്കെട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു 3-4 മണ്ഡപങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വാഹനങ്ങൾ ഈ ലൊക്കേഷൻ്റെ ഒരു ഫാർ എൻഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വാഹനങ്ങൾ റോഡിലൊക്കെ അവരുടെ ട്രൂപ്പും മറ്റ് എക്യുപ്മെൻറ്റ്സൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1-2 ചെറിയ ക്രെയിനുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഷൂട്ടിന് പെർമിഷൻ കൊടുത്ത കണ്ടീഷനുകളിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10ഓളം കണ്ടീഷൻസ് എക്സ്ട്രാ പറയുന്നുണ്ട്. അതിൽ മരങ്ങൾക്കൊന്നും ഡാമേജ് ഉണ്ടാക്കാൻ പാടില്ല, വേറെ ആൾട്രേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല, രാത്രി ഷൂട്ടിംഗ് പറ്റില്ല. രാത്രി ഷൂട്ടിംഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വനംവകുപ്പിന് മുകളിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമം അതാണെങ്കിൽ അതേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളന്ന് സ്റ്റാൻഡ് എടുത്തത്. മാത്രമല്ല എക്സ്പ്ലോസീവ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അതായത് പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങൾ അങ്ങനത്തെ ഒന്നും ഇവിടെ പറ്റില്ല. അപ്പോൾ ഇവിടെ അവർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മരങ്ങൾക്കുള്ളിലൂടെ ഉള്ള ചില യുദ്ധരംഗങ്ങൾ പോലത്തെ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഈ സ്ഥലം മുഴുവൻ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറോട് കൂട്ടി വന്ന് പരിശോധിച്ച് മാസ്റ്റർ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ മാസ്റ്റർ എഴുതിയപ്പോൾ ആ സമയത്ത് ഒരു ബാസ്ക്കറ്റ് ചെയ്തിട്ടുള്ള, അതായത് കൂടയിലതാക്കിയിട്ടുള്ള ഒരു തൈ, ഒരു വലിയ കൂടയിലുള്ള തൈ, ആ ഒരു തൈ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് ബാക്കി ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അതവർ നട്ടിട്ടില്ല. അങ്ങനെ അത് ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് റേഞ്ച് ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ബാഹുബലി മരം എന്നങ്ങാണ്ട് പറയാം, അത് ഏത് സ്പീഷീസാന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയും. അപ്പം ആ ഒരു മരം ഉണ്ട്. അങ്ങനെ ഒരു സാധനം ഉപേക്ഷിച്ച് പോകാതെ അവരിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് മുതലേ പത്രങ്ങളിൽ വാർത്ത വന്നത് ഇവിടെ ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ വനത്തിലിട്ട് കത്തിച്ചു, അതിന്റെ പുക ഉയരുന്നത് മൂലം പലർക്കും ഇവിടെ ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളതാണ്.
പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് അനുമതി കൊടുക്കുന്നതിൽ ആളുകളുടെ ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് നമ്മളിങ്ങനെ നിരുപാധികമായിട്ടുള്ള ഒരു അനുമതി, നിങ്ങൾ എന്തും ചെയ്തോളും എന്നുള്ളത് ഒരു സൗഹൃദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സിനിമാക്കാരൊക്കെ വലിയ ആളുകളായതുകൊണ്ട് ആ തരത്തിൽ ചെയ്തായിരിക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു എമൗണ്ട് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവില്ല അവരെ കയ്യിൽ നിന്ന്. തീർച്ചയായും അവർ 24 ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെറ്റ് ഇടുന്ന അടക്കം 24, അതായത് അവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് മുതൽ തിരിച്ചു പോകുന്ന വരെയുള്ളതിന് ഒരു ദിവസം 15,000 രൂപ വെച്ചിട്ട് 3,60,000 രൂപ അവർ സർക്കാർ ഖജനാവിലേക്ക് ഫീസായിട്ട് ഒടുക്കിയിട്ടും 15,000 രൂപയോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുമാണ് അവർ ഈ സിനിമയ്ക്ക് അനുമതി മേടിച്ച് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള ചില വിഷ്വൽസിന്റെ ഒരു 10 സെക്കൻഡിലെങ്കിലും ഉള്ള വിഷ്വൽ വനംവകുപ്പിന് തരണം എന്നുള്ളതാണ്. കിട്ടിയിരുന്നില്ല, അത് തന്നില്ല. അതുകൊണ്ട് തന്നെ ആ കോഷൻ ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തില്ല. തരണം നിർബന്ധം പറഞ്ഞിട്ടില്ല, അത് തന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുള്ളൂ. പക്ഷേ ബാഹുബലി കൂടി ആയതുകൊണ്ട് അത് പോസിബിൾ ആവണമെന്നില്ലല്ലേ? ബാഹുബലി അവര് എനിക്ക് തോന്നുന്നു അവര് ഇത്തരം കാര്യങ്ങളൊന്നും വിഷ്വൽസ് ഒന്നും ഒരിക്കലും പുറത്തു പോകാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ആ വിഷ്വൽസ് നമുക്ക് തരാനോ ഉള്ളതാക്കിയില്ല. കോഷൻ ഡെപ്പോസിറ്റിന് വേണ്ടി അവർ അപേക്ഷയും തന്നില്ല, അത് വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിയാൽ കാണാവുന്ന ഈ ദൂരത്ത് മാത്രമാണ് ബാഹുബലി. നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു 60 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്ററോളം വീതിയും ഒരു 50 മീറ്റർ നീളമുള്ള ഒരു ഏക്കർ സ്ഥലം കൂടി വന്നാൽ ഇത്രയും സ്ഥലത്താണ് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റിയും നടത്തുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ അടിക്കാടുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ കരിയിലകളും ഈ കരിയിലകൾ കാണുന്നത് അന്ന് അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടത് കാട്ടിൽ ഇലയും ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഇടയ്ക്ക് വണ്ടികളൊക്കെ പോയിട്ടുള്ള ഇതേപോലെ സ്ഥലങ്ങളിൽ ഇലയില്ല. അപ്പൊ അവർ ചെയ്ത് ഈ മറ്റു സ്ഥലങ്ങൾ ഇലയുള്ള സ്ഥലങ്ങളിൽ അവിടെയും കൂടെ ഇല ഇട്ട് ഒക്കെയാണ് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ വലിയ ക്രെയിൻ ഉപയോഗിച്ചു എന്നല്ലാതെ വേറെ പ്രൊപ്പല്ലേഴ്സോ അങ്ങനെ കാറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ വലിയ പ്രൊപ്പല്ലേഴ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. തീ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ വേറെ ശബ്ദങ്ങളൊന്നും ഇല്ല. വിവാദങ്ങൾ പറയുന്നത് വെച്ചാൽ മൃഗങ്ങളൊന്നും ഇനി കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമെന്ന. ഇവിടെയൊക്കെ ആക്ച്വലി മൃഗങ്ങളൊക്കെ വരുന്ന പരിസരങ്ങൾ തന്നെയാണോ ഇത്? ശരിക്കും പറഞ്ഞാൽ കണ്ണവം ഒരു 84 സ്ക്വയർ കിലോമീറ്ററോളം കാടാണ്. ഈ 84 സ്ക്വയർ കിലോമീറ്റർ കാട്ടിൽ 8 സ്ക്വയർ കിലോമീറ്ററോളം സ്ഥലം ആദിവാസികളുടെ കൈവശമാണ്. ഒരു 1000-ഓളം ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. 1000-ലധികം ഫാമിലി ഇവിടെ പല ഭാഗത്തായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പം അവരുടെ സ്ഥലത്ത് കൃഷിയാണ്, അഗ്രികൾച്ചറും മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന, കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന, ഒരു വീട്ടിലെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും ഉള്ള ഫാമിലീസാണ്. പിന്നെ പണ്ട് മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ തേക്ക് തോട്ടങ്ങളും മഹാഗണി തോട്ടങ്ങളും ഒക്കെ ഉള്ള പ്രധാനമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അന്ന് മുതലേ ഈ ധാരാളം വന്യമൃഗങ്ങളെ കാണുന്ന ഒരു പ്രദേശമല്ല കണ്ണവം. കണ്ണവത്ത് ആകെയുള്ളത് വന്യമൃഗങ്ങൾ വെച്ച് വല്ലപ്പോഴും വന്നു പോകുന്ന ആന, ജൂൺ മാസങ്ങളിലൊക്കെ വയനാട്ടിൽ നിന്ന് ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് വരികയും അതേപോലെ തിരിച്ചു പോകുകയും ചെയ്യുന്ന ആന, കുറച്ച് ഒരു 5-10 കാട്ടുപോത്തുകൾ, പിന്നെ കുറച്ച് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലുള്ള കുറച്ച് കുരങ്ങുകൾ, ഇതേപോലുള്ള സാധനങ്ങൾ, ചിലപ്പോൾ മലയണ്ണാൻ, കുറച്ച് പക്ഷികൾ, ഇതൊക്കെയുള്ളൂ. അതല്ലാതെ വയനാട്ടിലൊന്നും പോലെ കാൽനടയായിട്ടൊന്നും കാട്ടിൽ യാത്ര സാധിക്കാത്ത തരത്തിലുള്ള ഒരു വന്യജീവികളുള്ള സ്ഥലമല്ല ഇത്. പിന്നെ ഈ കണ്ണവം ഭാഗത്ത് വനത്തിൽ ഇതേപോലത്തെ മൃഗങ്ങളൊക്കെ ഉള്ളത് ഈ ചുരം ഭാഗം, കന്നിക്കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ദൂരെയുള്ള ഭാഗങ്ങളുണ്ട്, അവിടേക്കാണുള്ളത്. അപ്പൊ അതൊക്കെ ആരുടെയൊക്കെ ഭാവന മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഭാവനയ്ക്ക് സിനിമകളില്ലല്ലോ. അതുകൊണ്ട് വേറെ സംശയമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസ് കുറേ അധികം വരികയും അതെല്ലാം തന്നെ പോസിറ്റീവ് ആൻഡ് എക്സാജറേറ്റഡ് ന്യൂസ് കുറേ വരുന്നുണ്ട്. അപ്പൊ അത് എത്തുന്നത്, അത് ഡിസ്കസ് ചെയ്യുന്നതും ഉള്ള ഒരു ഫോറം ഉണ്ടാവും, അത് ആൾക്കാരുണ്ടാവും. അവരെല്ലാത്ത ആളുകളുടെ ഇടയിലേക്കും സിനിമയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ ന്യൂസിലുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഈ സിനിമ വാർത്ത നെഗറ്റീവായിട്ട് തോന്നുമ്പോഴും എല്ലാ സെക്ടറിലുള്ള ആളുകളിലേക്കും ഈ സിനിമയെ സംബന്ധിച്ചുള്ള വാർത്ത എത്തിക്കുക എന്നുള്ളത് കൂടെ ഈ വാർത്തകളിലേക്ക് ഉണ്ടോയെന്ന് സംശയിക്കേണ്ടി കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അത് ചിന്തിക്കുമ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും സെൻസിറ്റീവ് ആയിട്ടുള്ള പല ഇഷ്യൂസും കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒന്നും എഴുതാത്ത പല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയാണ് ഈ സാധനം വലിയൊരു പർവ്വതീകരിച്ച് എഴുതുന്നത്. അപ്പൊ അവരാരും തന്നെ ഇവിടെ വന്നിട്ട് ഇതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം വളരെ സുതാര്യമാണ്. കാരണം RTI പ്രകാരം എല്ലാ കാര്യങ്ങളുടെയും പകർപ്പുകളും സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. അത്ര എന്തെങ്കിലും അപേക്ഷകളൊക്കെ മേടിച്ചിട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വാർത്തയെങ്കിൽ പറയുന്നതെങ്കിൽ അതിൽ വെല്ലം കൂട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയണം, ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം, തിരുത്തണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ തിരുത്താൻ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ 100% അഭിപ്രായം. ഈ ചുറ്റും കാണുന്ന ഫ്രഞ്ചസ് ഒക്കെ പോലീസ് എടുത്താണ്. അതിനിപ്പോൾ വാർത്ത കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വരും വർഷങ്ങളിലും പോലീസിന് ക്യാമ്പ് നടത്താൻ വേണ്ടി ഈ സ്ഥലം ആവശ്യമാണ്, പോലീസുകാരെ നമുക്കും ആവശ്യമാണ്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉള്ള ആദിവാസികളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്നത്. അവരുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വനത്തിന്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അനുമതി കൊടുക്കാറുണ്ട്, പലപ്പോഴും ചെയ്യാറുണ്ട്.
അതുപോലെ ബാഹുബലി ഷൂട്ടിങ്ങിന് വേണ്ടി അവരുടെ കൺവീനിയൻസിന് വേണ്ടി റോഡൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കി, അതിന് അഗെയിൻസ്റ്റ് ഇവിടെയുള്ള ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റോഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്, ഈ സ്ഥലത്തിന്റെ പേര്, ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു നിശ്ചിതമായിട്ട് പേരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ഥലത്തിന് പറയുന്നത് പോലീസ് ക്യാമ്പ് എന്നാണ്. അപ്പം ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടെ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ വന്ന് ഈ വഴി അവിടെ പുഴയിൽ വന്ന് അവസാനിക്കും. പുഴയുടെ അക്കരയിൽ നമ്മളുടെ തന്നെ തേക്ക് തോട്ടമുണ്ട്. ആ തേക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ ഒരു 4 ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട്. അവര് കുറെ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ്. സ്ഥലത്തിന്റെ പേര് കാളാങ്കണ്ടി എന്നാണ്. അപ്പോൾ ഈ സ്ഥലത്ത് പുഴയിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് കാളാങ്കണ്ടിയിലുള്ള ആളുകൾ അവരുടെ ബൈക്കും സ്കൂട്ടറും ഓട്ടോറിക്ഷയൊക്കെ ഈ വഴിയിലൂടെ ക്ലേശിച്ചാണെങ്കിൽ ഓടിച്ചു കൊണ്ടുപോകാം, പോണ വഴിയാണ്. പിന്നെ ഇതിലെ നമ്മുടെ കാളാങ്കണ്ടി കൂപ്പുന്ന മരമൊക്കെ മുറിക്കുകയാണെങ്കിൽ ആ മരം ഡിപ്പോയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിലെ മഴക്കാലം അല്ലാത്ത സമയത്ത് വണ്ടി പോകാറുണ്ട്. അപ്പൊ നമ്മള് വളരെ സോഫ്റ്റ് ഡ്രൈവിംഗ് വെഹിക്കിളിലാണ് ഇങ്ങോട്ട് വന്നത്. മെറ്റൽ റോഡ്, ടാർ റോഡിന്ന് വെറും 100 മീറ്റർ അകത്താണ്. പക്ഷേ സിനിമയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം എല്ലാ വാർത്തകളും വരുമ്പോൾ ഈ 100 എന്നുള്ളത് ചിലപ്പോൾ കിലോമീറ്ററുകൾ അകത്താവും. സിനിമ പോലെ തന്നെ കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആവും. ഘോരവനമായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ നിലത്ത് പ്രകാശം പോലും നിലത്ത് വീഴാത്തത്രയും തിക്കായിട്ടുള്ള കാനോപ്പി ഉള്ള സ്ഥലമായിരിക്കും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയൊന്നും ആവണം. ആകാശം കാണാം, ഇവിടെ ആകാശം കാണാം. അവർക്ക് വേണ്ടിയിരുന്നു അങ്ങനെയാണ്. കാരണം തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ്, ഒരു വൈഡ് ആംഗിൾ ഷോട്ടും ഒരു പാനിങ് ഷോട്ടും അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാഴ്ച, നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴിയിലെ കുറച്ച് വെള്ളം മാത്രം, ഒരു തുള്ളി വെള്ളം പോലെ എന്ന് പറയുന്ന രീതിയിൽ അവശേഷിക്കുന്ന പുഴ പോലെ കണ്ടു. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സിനിമയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി മാസത്തിലാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് തുലാവർഷം വളരെ കുറവായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം തുലാവർഷം അത്യാവശ്യം പെയ്തതാണ്. എന്നിട്ട് പോലും ജനുവരിയിൽ വെള്ളം കുറവായിരുന്നു, എന്നാലും ഒഴുക്കുണ്ടായിരുന്നു. ഒരു ഏപ്രിൽ അവസാനത്തോടെയൊക്കെ പുഴ വറ്റിപ്പോയി. ഏപ്രിൽ അല്ല, മാർച്ച് അവസാനത്തോടെ. സിനിമയിൽ അഭിനയിച്ച പുഴ തന്നെയാണ്. അതെ അതെ, ഇത് കണ്ണവും പുഴ എന്നാണ് ഈ ഭാഗത്ത് അറിയപ്പെടുക. ഈ പുഴ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മറ്റ് ചില ചെറിയ നദികളെ കൂടെ ചേർന്നിട്ട് ഇത് അഞ്ചരക്കണ്ടി പുഴയായിട്ട് നമ്മുടെ മമ്പറം വഴി അങ്ങ് ധർമ്മടത്തേക്ക് ഒഴുകി പോകുന്ന പുഴയാണ്. ഇപ്പോ കണ്ണവൻകാട് ഒരുപാട് വിവാദങ്ങളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ ഒരു സ്റ്റാറാണ്. ബാഹുബലിയിൽ ഒരു ക്യാരക്ടർ പോലെ മലയാളികൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ചാൻസ് ഉള്ളത് ഇവിടെ ആൾക്കാർക്ക് വരാൻ പറ്റുമോ, ഈ കാര്യങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്? ആക്ച്വലി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേയധികം ഇക്കോ ടൂറിസം പോയിന്റുകളുണ്ട്. അപ്പോൾ പോയിന്റുകളുള്ളത് ഇതെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് പ്രകാരമുള്ള ഇക്കോ ടൂറിസം പോയിന്റുകളാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കണ്ണോത്ത് ഇതുവരെ അങ്ങനത്തെ ഇക്കോ ടൂറിസം പോയിന്റുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസത്തിന്റെ അതിപ്രസരം നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടൂറിസം പലപ്പോഴും നടത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ടൂറിസം അങ്ങനെ കോസ്റ്റ്ലി ആകുമ്പോൾ ആളുകൾ വരില്ല. കൂടുതൽ ആളുകൾ വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കണ്ണോത്ത് ഇതുവരെ നമ്മളങ്ങനെ വലിയ ഇക്കോ ടൂറിസം പോയിന്റുകളൊന്നുമില്ല. ആളുകൾ ചോദിച്ചു വരുന്ന ഒരാൾക്ക് നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ചോദിക്കാത്ത ആളുകൾ ഇടയ്ക്കും നിരക്കും നമ്മളെ കാണാതെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. അത്തരം ചില ആൾക്കാർക്കൊക്കെ നമ്മൾ പിടിച്ച് കേസ് എടുത്തിട്ടുണ്ട്. പലപ്പോഴും ഈ കാട്ടിലേക്ക് അതിക്രമിച്ച ആൾക്കാർക്ക് റിമാൻഡൊന്നും ചെയ്യാറില്ല. എന്നിരുന്നാലും വലിയ കോമ്പൗണ്ടിങ് ഫീ ഒക്കെ അടച്ച് പൈസയൊക്കെ ഫൈനൊക്കെ അടച്ചിട്ട് കേസുകളൊക്കെ ആക്കിയിട്ടുണ്ട്. ഭാവിയിൽ നമ്മൾ ഇവിടെ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഈ ഗ്രാമത്തിന്റെ ഒരു സ്വസ്ഥതയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ, എന്നാൽ ആളുകൾക്ക് കാടൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു ടൂറിസം ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം വനവകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. കണ്ണോത്തുനിന്ന് പലരും ചെയ്യുന്ന പോലെ ചങ്ങലയിട്ടുന്ന തെറ്റുമല വരെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ വണ്ടി എവിടെയും വഴിയിൽ നിർത്താനോ കാട്ടിലേക്ക് ഇറങ്ങാനോ മറ്റ് പോക്കറ്റ് റോഡുകളിലേക്ക് പോകാനൊന്നും പാടില്ല. ടാർ റോഡ് അവസാനിക്കുന്നിടത്ത് വരെ ഇരുവശത്തും കാടും ചെറിയ ഗ്രാമങ്ങളും ഒക്കെയാണ്. അതൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സിനിമ ഇവിടെ ഷൂട്ടിങ്ങിന് വരുമ്പം ആന്ധ്രയിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആന്ധ്രയിൽ, തമിഴ്നാട്ടിലൊന്നും ഇല്ലാതെ എന്തുകൊണ്ട് കണ്ണവത്തേക്ക് വന്നു എന്നൊരു ചോദ്യം നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ ചോദ്യത്തിന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തുകൊണ്ട് ആതിരപ്പള്ളിയിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിത്രീകരിച്ചെന്നും കൂടെ ആലോചിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിന് സിനിമാക്കാരുടേതായ കാരണങ്ങളുണ്ടാവും. ഇപ്പം പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ലൊക്കേഷനുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വലിയ സിനിമ ഏതെങ്കിലും ലൊക്കേഷനിൽ ചിത്രീകരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ കുറേ നാളത്തേക്ക് സിനിമാക്കാരെ ആരെയും ആ വശത്തേക്ക് കാണുക. അപ്പോൾ എനിക്കൊന്നും ഇവിടെ മുമ്പ് ചിത്രീകരിച്ചിട്ടുള്ള ചില സിനിമകളെങ്കിലും നല്ല കൊമേഴ്ഷ്യൽ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇതേപോലെ കുറച്ച് വെർട്ടിക്കലി അതേപോലെ ഹൊറിസോണ്ടലി പാൻ ചെയ്തിട്ട് ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന വലിയ മരങ്ങളുള്ള, എന്നാൽ അധികം അടുത്തല്ലാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള, അതേസമയത്ത് മറ്റ് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ടൗണൊക്കെ അടുത്തുള്ള ഒരു മേഖല വേണം. അപ്പോൾ കണ്ണൂരാകുമ്പോൾ അന്ന് വെച്ചാൽ മംഗലാപുരത്തും കോഴിക്കോട് എയർപോർട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് ഒരു 2.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണൂരെത്താം. നല്ല താമസ സൗകര്യങ്ങളുണ്ട്. പിന്നെ കേരളത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേലി കെട്ടി തിരിച്ചിട്ട് അതിനപ്പുറത്തേക്ക് പോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കുമായിരിക്കും. പക്ഷെ ഗുണ്ടായിസൊന്നും കാണിച്ച് ആരും അത് ഇങ്ങോട്ട് മറികടന്ന് വരുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ കേട്ടത്
ഡൽഹിക്കടുത്തുള്ള ഏതൊരു വനമേഖലയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി ആയപ്പോഴത്തേക്കും വലിയ ആളുകൾ അങ്ങോട്ട് കുറേ ആളുകൾ അങ്ങോട്ട് തടിച്ചുകൂടി അവിടെ വേറെ കുറേയധികം ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവിടെ നിന്ന് മാറ്റി ഇവിടെ ഷൂട്ട് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. അത് ശരിയായിരിക്കാനാണ് സാധ്യത. ഇവിടെ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഫീസ് ഇത്ര അടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആരെങ്കിലും വന്നിട്ട് വേറെ എന്തെങ്കിലും പൈസ ചോദിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥരാണെങ്കിലും ഉണ്ടാവില്ല, രാഷ്ട്രീയക്കാരാണെങ്കിലും ഉണ്ടാവില്ല, മറ്റു പല ലോബികളുണ്ടാവില്ല, സാമുദായിക അങ്ങനത്തെ പല ലോബികളുണ്ടാവും. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം കുറച്ചുകൂടെ നമ്മുടെ സംസ്ഥാനം കുറച്ചുകൂടെ ഗസ്റ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടായിരിക്കാം അവരിവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തത്. പിന്നെ അറിയാനുള്ള ഒരു ആഗ്രഹമാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ ബാഹുബലി ടീം ആക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഒരുപാട് ആൾക്കാർ വന്നപ്പം സാറിന് പേഴ്സണലി ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ അവിടെ വരാൻ പറ്റും? ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച ഒരാളെ പോലും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞത് ചങ്ങാതി എന്നെ പോലും അമ്മമാര് വല്ലപ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ. കാരണം വെച്ചാൽ അത് മാഹസർ എഴുതി അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എനിക്ക് എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സൊക്കെ ആയിട്ട് ചോദിച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. കാരണം എനിക്കത് പലപ്പോഴും വളരെ ഓക്വേർഡായിട്ട് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പലപ്പോഴും വരുമ്പോൾ ഈ ഷൂട്ടിംഗ് വളരെ രഹസ്യമായിട്ടും അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സാധനമല്ലേ. അപ്പം അതിന് ആൾക്കാർ ഇതെല്ലാം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മൊബൈലിൽ പടമൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു ഒരു ബ്രാൻഡ് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ രഹസ്യമായിട്ട് ഇതാക്കിയാണ്. ചില ആളുകളൊക്കെ ഇതിൻ്റെ വന്ന് വലിയ കട്ടായമൊക്കെ കാണിച്ചിട്ട് മൊബൈലിലൊക്കെ ഷൂട്ടിങ്ങൊക്കെ പകർത്താനായിട്ട് ബന്ധപ്പെട്ട സംബന്ധിച്ച് ചില കശവിശകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ദൂരെ നിന്ന് ചോദിക്കുന്ന ആളുകളോടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇത്രയും നേരം നിന്നു. ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, അത്യാവശ്യത്തിന് കാറ്റുണ്ട്, സുഖമാണ്. അപ്പം കണ്ണവം കാടിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ചുരുക്കി പറയാം. കണ്ണവം കാടിന് കാലക്രമത്തിലുള്ള മാറ്റങ്ങളല്ല, മഴ കുറവുകൊണ്ടുള്ളത് അങ്ങനെയുള്ള ചില മാറ്റങ്ങളല്ലാതെ ഈ സ്വച്ഛതയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അതിനി നമ്മൾ ആരും മനഃപൂർവ്വം തകർത്തിട്ടില്ലെങ്കിൽ ഈ സ്വച്ഛത ഇനിയും ഇവിടെ ഉണ്ടാവും. ബാഹുബലി മാത്രമല്ല നമ്മളിവിടെ വിചാരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇതേപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ ഈ ഭാഗത്ത് വരുമ്പോൾ മിക്കവാറും വരുന്ന സമയങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ ട്രസ്പാസ് ചെയ്തിട്ട് ഉള്ളിൽ വന്നിട്ട് ചിലപ്പം ഭക്ഷണം കഴിക്കാനുള്ളവർ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും മദ്യപിക്കാനോ ഇവിടെ തീയിടാനൊന്നും വന്ന ആൾക്കാരല്ല. പുഴ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി ചിലപ്പോൾ ഒന്ന് കുളിക്കാൻ തോന്നി. പക്ഷേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ കുറേ ആളുകൾ ചെയ്യുമ്പോൾ പുഴ മലിനമാവും, പുഴയിൽ പ്ലാസ്റ്റിക് ഇടും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മദ്യപിക്കാൻ കൊണ്ടുവന്ന് ബോട്ടിലുകൾ പൊട്ടിക്കും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് തദ്ദേശീയ ആളുകൾ ധാരാളം ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. അപ്പോൾ അവരുടെ സമയത്ത് കുളിക്കാൻ വരുമ്പോൾ ഇവിടെ വേറെ ആൾക്കാർ കുളിക്കുകയാണെങ്കിൽ അവരുടെ സ്ത്രീകൾക്കും മറ്റും കുളിക്കാൻ വേറൊരു സ്ഥലം ഇല്ലാതെ പോകും, അലക്കാനും കുളിക്കാനും പറ്റും. പിന്നെ സോപ്പ് ഡിറ്റർജൻറ്റ് പോലുള്ള സാധനങ്ങളുടെയൊക്കെ ഉപയോഗം വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ പുഴയുടെ തന്നെ വെള്ളത്തിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കണ്ണവത്ത് ഈ അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ പുഴയിൽ ഇപ്പം നമ്മൾ മമ്പറം ഭാഗത്തേക്ക് കാണുന്ന കടലിൽ നിന്ന് കയറി കിടക്കുന്ന വെള്ളമാണ്. അതല്ല, പുഴയിലേക്ക് ഒഴുകി എത്തേണ്ട വെള്ളം മുഴുവൻ ഇവിടുന്ന് വരേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു സ്വസ്ഥത, ശബ്ദമൊന്നും ഇല്ലാത്തത് ഈ മരങ്ങളുടെ തന്നെയാണ്. കാരണം ഓരോ മരവും കുറേയധികം ശബ്ദതരംഗങ്ങളെ സ്വയം അബ്സോർബ് ചെയ്ത്, കാരണം അത്രയും സർഫസ് ഏരിയ ഉണ്ടല്ലോ, അബ്സോർബ് ചെയ്ത് അത് ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിന് വലിയൊരു അളവ് വരെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഇവിടെ നിന്നൊരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇത് തൊട്ടപ്പുറത്തെ കരയിൽ ആൾതാമസമുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവിടെ അപ്പുറത്തോട് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ എത്താത്തത് ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇനി ബാഹുബലിയല്ല, ഇനി ഹോളിവുഡിൽ നിന്ന് ഏതെങ്കിലും വലിയ സിനിമകൾ വന്നിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ അനുമതി കൊടുക്കേണ്ടി വന്നാലും ആ സിനിമ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ഷൂട്ടിങ്ങിന് മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലുള്ള സാധനങ്ങൾ തന്നെ ഷൂട്ടിങ് കഴിഞ്ഞാലും ഉണ്ടാവും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് ഉദ്യോഗസ്ഥർ എന്തായാലും ഉറപ്പുവരുത്തും. പിന്നെ കാട്ടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു വണ്ടി കുറേ ദിവസം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ താഴെ പ്രകാശം അടിക്കില്ല. ആ പ്രകാശം അടിക്കാത്തതുകൊണ്ട് തന്നെ വണ്ടിയുടെ താഴെ ചിലപ്പം ഉള്ള പുല്ലുകളൊക്കെ അരിഞ്ഞു പോകാം. ആ രീതിയിലേക്ക് ക്രിട്ടിക്കലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ ഉറുമ്പുകൾ ഉണ്ടാവാം. നമ്മളൊരു വാഹനമായിട്ട് വരുമ്പോൾ ആ വാഹനം പുക തുപ്പുന്നുണ്ടാവും. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരോട് നമുക്ക് മറുപടി ഒന്നും പറയാനില്ല. അങ്ങനെ അല്ലാതെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വിചാരിച്ച് ഈ വാർത്തകളൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ബാഹുബലി 3 ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തോളൂ. പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ടുള്ള അല്ലാത്ത ഒരു സമീപനം ഉണ്ടാവില്ല. കാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ എക്സ്റ്റൻറ്റ് വരെയും. സാറ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് വിവാദങ്ങൾക്ക് ഒരു കാര്യമില്ല, ചുമ്മാ ഷെയർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. വിവാദങ്ങൾ എന്തായാലും വിവാദങ്ങളുടെ ഒരു വഴിയിൽ പോകട്ടെ. സിനിമ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്ത് മുന്നേറുകയാണ്. നമുക്ക് കണ്ണൂരുകാർക്ക് അഭിമാനിക്കാം, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് കണ്ണൂരും കണ്ണവൊക്കെ മാറി എന്നുള്ള കാര്യത്തിൽ.